بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതൊരു മനുഷ്യനും താൻ ജീവിക്കുന്ന നാടുമായി ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. പ്രകൃതിപരമായി തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിനോട് പ്രത്യേകം ഇഷ്ടമുള്ളവരാണ്. നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതും അതിനെ സംരക്ഷിക്കുക എന്നുള്ളതും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതുമെല്ലാം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയുമാണ്. 3 കാര്യങ്ങൾ ചിലരിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. ഒരൊട്ടകം ആ ഒട്ടകത്തിന്റെ നാടുമായി താൻ ജനിച്ചിരിക്കുന്ന പ്രദേശവുമായി പ്രത്യേകമായ ബന്ധമുണ്ട്. അവിടേക്കെത്തുവാൻ അത് ആഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ ഒരു പക്ഷി അതിൻ്റെ കൂടുള്ള സ്ഥലത്തേക്ക് അത് തിരിച്ചു വരും. ആ കൂടുള്ള സ്ഥലം എത്ര വരൾച്ചയുള്ളതാണെങ്കിലും ശരി, ആ പക്ഷി തന്റെ കൂട്ടിലേക്ക് അണയുമെന്നുള്ളതാണ്. അതുപോലെ ഒരു മനുഷ്യനും തന്റെ നാടിനോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ്. എത്രയേറെ സൗകര്യമുള്ള ഖൈറുകളുള്ള മറ്റൊരു നാട്ടിലാണ് നമ്മളെങ്കിലും നമ്മുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം നാടിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് പ്രകൃതിയിലുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ഹിറാ ഗുഹയിൽ വെച്ച് വഹി ഇറങ്ങി പരിഭ്രാന്തനായി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാചകനെ നമുക്കറിയാം. ആ പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും പ്രവാചകന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നതൊരു മലക്കാണ്. അതിനുശേഷം പ്രവാചകനോട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്.
നിങ്ങൾ അവിടെ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഇത് യുഖ്രിജുക ഖൗമുക, താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജിഹും, അവരെന്നെ പുറത്താക്കുമോ? ഞാൻ ജനിച്ച, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ നിന്നും പുറത്തു പോകേണ്ടുന്ന ഒരു അവസ്ഥ എനിക്ക് വരുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജീവിക്കുന്ന നാടിനു വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചത് നമ്മൾക്ക് കാണാൻ പറ്റുന്നു. പ്രവാചകൻ മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്കത വശദ്ദ. മക്കയെ ഇഷ്ടപ്പെടുന്നതിനേക്കാളേറെ എനിക്ക് മദീനയോട് ഹുബ്ബുണ്ടാക്കണമേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അവിടെയുള്ള വബാരിക് ലനാ ഫീ സ്വാഇഹാ വമുദ്ദിയ, അവിടെയുള്ള ഓരോന്നിലും അനുഗ്രഹങ്ങളും ബറക്കത്തുകളും ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രവാചകൻ ഒരു യാത്ര പോവുകയാണ് എങ്കിൽ പ്രവാചകൻ ഫനളറ ഇലാ ജുദറാത്തിൽ മദീന, തന്റെ പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിനു ശേഷം ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ പുറത്തു പോയി തിരിച്ചു വരുമ്പോ മദീനയുടെ അതിർത്തിയോട് എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ പ്രവാചകൻ തന്റെ വാഹനത്തിന് വേഗത കൂട്ടുമായിരുന്നു. പ്രവാചകൻ തന്റെ നാടിനോടുള്ള, താൻ ജീവിക്കുന്ന പ്രദേശത്തിനോടുള്ള സ്നേഹമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല പറയുന്ന ഒരു വാചകമുണ്ട്, വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫളൽ മദീന. ഇത് മദീനയുടെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസാണ്. വഅലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ വൽ ഹനീൻ ഇലൈഹി. ആ നാടിനോടുള്ള സ്നേഹവും ആ നാടിനോടുള്ള അനുകമ്പയും, തന്റെ നാടിനോടുള്ള അനുകമ്പയും കാണിക്കുന്ന ഒരു വാചകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ മദീനയുടെ അതിർത്തിയോടടുത്തെത്തിയ സന്ദർഭത്തിൽ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹി ഇന്നക ലിഖൈറു അർളില്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല പ്രദേശമാണ് നീ. അതേപോലെ എനിക്ക് വഹബ്ബു അർളില്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതേപോലെ വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഇവിടെയുള്ളവർ എന്നെ ആക്കി പുറത്താക്കിയിരുന്നില്ല എങ്കിൽ എൻ്റെ ഈ നാട്ടിൽ നിന്നും ഒരിക്കലും ഞാൻ തിരിച്ചു നടക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാചകം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഇന്നും. ഒരുപാട് സ്വാതന്ത്ര്യദിന ചിന്തകൾ പ്രത്യേകം ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരപ്പെടേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പൂർവികരുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മളത് വായിക്കണം. നമ്മൾ അത് വായിക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വൈദേശികമായ ആധിപത്യത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടായിരുന്നത് അവരുടെ മതബോധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും ഒരുമിച്ച് നാനാത്വത്തിലും ഒന്നായി പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. നമുക്കറിയുന്നത് പോലെ സാമൂതിരി രാജാവിന്റെയും അദ്ദേഹത്തിന്റെ നാവിക പടയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലിമരക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മങ്ങാട്ടച്ചന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഒരുമിച്ചിരുന്ന് ജാതി മതഭേദമില്ലാതെ പോരാടിയപ്പോ അതിന്റെ എല്ലാം മുൻപന്തിയിൽ നമ്മുടെ പൂർവികരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രിയായിരുന്ന പൂർണ്ണയ്യ ഇവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ചരിത്രവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദരലിയുടെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്ന പൂർണ്ണയ്യയെ തന്റെ പ്രധാനമന്ത്രിയായി നിയോഗിച്ച്
ബ്രിട്ടീഷുകാർക്കതിയെ പടപൊരുതിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. പഴയ രാജാവും ഉണ്ണി മൂസ മൂപ്പൻ എന്ന് പറയുന്നവർ ഒരുമിച്ചിരുന്ന് പടപൊരുതിയവരാണ്. അതേപോലെ MP നാരായണ മോഹനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും മലബാർ കലാപ കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ കലാപത്തിനെ അടിച്ചമർത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്കൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ കൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അബുൽ കലാം ആസാദും മൗലാന ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലി ജിന്നയും അടക്കമുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും കേരളത്തിലും വക്കം അബ്ദുൽ ഖദർ മൗലവി അടക്കമുള്ളവർ, KM മൗലവി, അബ്ദുറഹ്മാൻ സാഹിബും അടക്കമുള്ള ഒരുപാട് പേരുകൾ നമുക്ക് ഈ എല്ലാമുള്ള ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. എവിടെയും തല ഉയർത്തിക്കൊണ്ട് അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാൻ പറ്റുന്ന ഒരുപടി ഓർമ്മകൾ നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മുടെ പൂർവികർ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഒരുപാടുണ്ട്. ഈ രാജ്യത്തിനു വേണ്ടി ഒന്നാമത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി മരക്കാരുടെ പേരാണ് നമുക്ക് പറയുവാൻ സാധ്യമാവുക. അതേപോലെ പടക്കളത്തിൽ ശത്രുവിന്റെ വെടിയുണ്ട വിരിമാറിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് യുദ്ധഭൂമിയിൽ മരിച്ചു വീണ ഒരേ ഒരു ഭരണാധികാരി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ടിപ്പു സുൽത്താന്റെ പേര് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ പറയുമ്പോൾ ഒരുപാട് നമ്മുടെ പൂർവികർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിലും ഇത് പറയുന്നത്. 1950 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദീൻ ദൗലയെ കൊന്നുകഴിഞ്ഞതിനു ശേഷം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് കടക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതേപോലെ രാജ്യത്തിന്റെ ഭരണമാറ്റം ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടന്റെ ക്യാബിനറ്റ് മിഷൻ ഇവിടേക്ക് വന്നപ്പോൾ അവിടെ അതിന്റെ ചർച്ചയ്ക്ക് രാജ്യം വിശ്വസിച്ചേൽപ്പിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതേപോലെ ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഷായും അവധിലെ ബീഗം ഹസ്രത്ത് മഹലുമെല്ലാം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നവരാണ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരുടെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത ചരിത്രങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വായിക്കുവാൻ പറ്റും. അതെല്ലാം ഓർമ്മയുള്ളവരും അതെല്ലാം അതിനെയെല്ലാം പിൻഗാമികളാണ് നമ്മളെന്ന ബോധവും അന്തസ്സും അഭിമാനവും ഉള്ളവരായിക്കൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാൻ സാധ്യമാകേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലൊരു ചരിത്രമുണ്ടല്ലോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിക്കൊണ്ട് അദ്ദേഹം തന്റെ ഉപ്പയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ പോകുകയാണ്. ഞാൻ ജന്മനാടിനായി രക്തസാക്ഷിത്വം വരിച്ച ഈ മകനിൽ അങ്ങ് അഭിമാനിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോകത്ത് കണ്ടുമുട്ടാമെന്ന് പറയുന്ന വാചകങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരും അത് ചരിത്രത്തെ കുറിച്ചെല്ലാം കൃത്യമായി ബോധമുള്ളവരാകുകയും നമ്മുടെ ഓരോരുത്തരുടെയും ഈ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഒരു ഭരണഘടനയും സംവിധാനവും ഉണ്ട്. ആ ഭരണഘടനയിൽ കൃത്യമായി തന്നെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി രൂപപ്പെടുത്തുകയും ഉറച്ചു നിൽക്കുകയും അതിലെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതത്വം ഉറപ്പു നൽകുകയും ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതെല്ലാം മനസ്സിലാക്കുകയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിനോട് നമുക്ക് നിർവഹിക്കേണ്ടുന്ന കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. ഈ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നമ്മൾ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന വീഡിയോകളോ ഏതെങ്കിലും വാർത്തകളിലോ വൈകാരികമായി അടിമപ്പെട്ടുകൊണ്ട് ആ ബോധമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. വികാരത്തെ പിടിച്ചു വച്ചുകൊണ്ട് വൈകാരികതയില്ലാതെ കാര്യങ്ങളിൽ ഇടപെടുന്നവരായി മാറുന്ന ഒരു പൗരനാകുവാൻ നമുക്ക് സാധിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഇതിനോട് ചേർത്തുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് നന്ദിയുള്ളവരാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ.
അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് തക്കാത്തുറിൽ അല്ലാഹു പറഞ്ഞു, സുമ്മല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം. നിനക്ക് ലഭിച്ചിരിക്കുന്ന നിഅമത്തുകളെ കുറിച്ച് നീ മറുപടി പറയണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സുമ്മല തുസ്അലുന യൗമഇദിൻ അൻ ശുക്രി മാ അൻഅമ അല്ലാഹു ബിക്കും അലൈക്കും മിൻ അസ്ഹത്തിഹി വൽ അംൻ വൽറിസ്ഖ്. ഈ നിഅമത്ത് എന്ന് പറയുന്നതിൽ പെട്ടതാണ് റിസ്ഖും, അതേപോലെ നിർഭയത്വവും, നമ്മുടെ ആരോഗ്യവും എല്ലാം അതിൽ പെട്ടതാണ്. എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത്, സ്വതന്ത്രരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണെന്ന ബോധ്യം ഉണ്ടാകണം. ഇന്ന് ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ എത്രമാത്രമാണ് നമുക്കറിയാം. അവരുടെ വീടുകളിൽ അവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അവർക്ക് വീടുകളില്ല. അവർ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിൽ പോലും ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ പോലും ഏതെങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ലഭ്യമാകുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പോലും അവർക്കിടയിലേക്ക് ബോംബുകൾ വന്ന് വീഴുന്ന ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. സ്വാതന്ത്ര്യം എന്നുള്ളത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന വളരെ ഗൗരവകരമായ ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ നിഅമത്തിൽ നമ്മൾ റബ്ബിനോട് നന്ദി പറയണം, അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയണം. വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതീഹാ റിസ്ഖുഹാ റഅദ മിൻ കുല്ലി മകാൻ. അള്ളാഹു ഒരു രാജ്യത്തിന് ഉപമിക്കുകയാണ്. ആ രാജ്യത്ത് നിർഭയത്വമുള്ള, ശാന്തതയുള്ള ഒരു രാജ്യമായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഅദ മിൻ കുല്ലി മകാൻ. അവിടെയുള്ളവർക്കെല്ലാം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കഴിക്കുന്നില്ലേ? നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മൾ ഏറ്റവും മനോഹരമായ നല്ല വിലപിടിപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണോ എനിക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസയിൽ അത് നടക്കുന്നില്ല, യമനിൽ അത് നടക്കുന്നില്ല, ഫലസ്തീനിലെ പലയിടത്തും അത് നടക്കുന്നില്ല. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഓർമ്മ വേണം. അതിന്റെ കൂടെ നമ്മൾ ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ വലിയൊരു നിഅമത്തിനെ നിങ്ങൾക്ക് തന്നിട്ട് ഫകഫറത് ബിഅൻഅമില്ലാഹി ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭ്യമായിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അവന്റെ നിർദ്ദേശങ്ങളെയും അവന്റെ അധ്യാപനങ്ങളെയും പരിഗണിക്കാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വിശപ്പിന്റെ വസ്ത്രം അവൻ അണിയിക്കും, വൽ ഖൗഫ് ഭയത്തിന്റെ ഭക്ഷണം അവൻ നിങ്ങളെ അണിയിക്കും. വിശപ്പുള്ളവരായി, ഭയമുള്ളവരായി ജീവിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക്, ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. എങ്ങനെയാണെങ്കിൽ അള്ളാഹു തന്ന നിഅമത്തുകളോട് നന്ദി കാണിക്കാതെ, ആ തന്നിരിക്കുന്ന നിഅമത്തുകളിൽ കിബ്ർ കാണിച്ചുകൊണ്ട് അവനവന്റെ ഇഷ്ടവും അവനവന്റെ താല്പര്യവും ദുനിയാവിന്റെ സുഖങ്ങളും മാത്രമായി നമ്മൾ പരിഗണിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് ഇട്ടുതരുമെന്നുള്ള ബോധ്യം കൂടി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാലം മക്കയിൽ പ്രയാസം അനുഭവിച്ച് ജീവിച്ചിട്ടുണ്ട്. നമസ്കരിക്കുവാൻ കൃത്യമായി സാധ്യമായിരുന്നില്ല. അതേപോലെ പുറത്തിറങ്ങി നടക്കുവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നെ മദീനയിലേക്ക് എത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയത്വമുള്ള അവസ്ഥയിലേക്ക് എത്തിയ സന്ദർഭമുണ്ട്. അവിടെ ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നുണ്ട്, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർള്. നിങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ നിങ്ങൾ എന്ത് വേണം? അഖാമുസ്സലാം, നിസ്കാരം കൃത്യമായി നിങ്ങൾ നിലനിർത്തണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്.
ആരാധനകൾക്കുള്ള സൗകര്യം നമുക്കുണ്ട്. പ്രവാചകനും സ്വഹാബത്തിനും അതില്ലാതെ അവർ കഷ്ടപ്പെട്ടിരുന്നു, പ്രയാസപ്പെട്ടിരുന്നു. മദീനയിലെത്തിയപ്പോഴാണ് അവർക്ക് സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റിയത്. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ, നിങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയപ്പോ നിങ്ങൾ എന്ത് വേണം? നിസ്കാരം നിർവഹിക്കുന്നവരാകണം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരും മുഴുവൻ സഹോദരിമാരും ഓർമ്മിക്കുക, ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ടായിട്ട് അതിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ എന്നുള്ളത്. ശേഷം വീണ്ടും അവർ ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നവരും അതേപോലെ സദാചാരം കൽപ്പിക്കുന്നവരും നന്മകൾ പറഞ്ഞു കൊടുക്കുവാൻ തിന്മകളിൽ നിന്നും തിരുത്തുന്നവരായുമെല്ലാം മാറുന്നവരാകണം സ്വാതന്ത്ര്യമുള്ള ഈ സന്ദർഭത്തിൽ എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വാചകമാണിത്. അതുകൊണ്ട് തന്നെ ഗൗരവമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം നമുക്കുണ്ടായിട്ടും നമ്മൾ നമ്മുടെ ആരാധനകളെ എത്രയേറെ ശ്രദ്ധിക്കുന്നവരാണെന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ദീനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ അനുധാവനം ചെയ്യുന്നതിൽ, സ്വീകരിക്കുന്നതിൽ നമ്മുടെ എല്ലാം നിലപാടുകൾ എന്താണ്? ഇതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് ബോധ്യമുണ്ടാവുക. ഇവിടെ പ്രായം ചെന്ന പല ആളുകളുമുണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്ന ആളുകളുണ്ട്. അതിയായ ആഗ്രഹമാണ്, അതിയായ ഇഷ്ടമാണ് പള്ളിയിലേക്ക് വരാനും പള്ളിയിൽ വന്നിരിക്കുവാനും ഇവിടെ വെച്ച് റബ്ബിനോട് സംഭാഷണം നടത്തുവാനും സാധിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിന് സാധ്യമാകാത്ത എത്രയോ ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ അവരുടെ കട്ടിലുകളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരോട്, നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് എത്രമേൽ സമയം, എത്രമേൽ ദൂരമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ട സന്ദർഭം കൂടിയാണ്. പലയിടത്തും പലതും ഹൈജാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ജനാധിപത്യ രാജ്യമായിട്ട് പോലും ജനാധിപത്യം എന്ന് പറയുന്നത് വെറും പേരിലേക്ക് മാത്രം രേഖപ്പെടുത്താവുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് എനിക്കെന്റെ പ്രിയമുള്ളവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നോടും നിങ്ങളോടും പറയാനുള്ള കാര്യം, നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. രാവിലെ സുബഹിക്ക് ബാങ്ക് കേൾക്കുമ്പോൾ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ ആരും തടസ്സമില്ല. ഒരു ഗവൺമെന്റും പോകണമെന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ ഒരു സംവിധാനവും എന്നെ തടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റും. എനിക്ക് സക്കാത്ത് കൊടുക്കുവാൻ ഉള്ളവരാണ് ഞാനെങ്കിൽ, അത് കൊടുക്കേണ്ടവനാണ് ഞാനെങ്കിൽ, അത് കൊടുക്കുന്നതിന് എനിക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അതേപോലെ മുസ്ലിമായി ഇസ്ലാമിക വേഷം ധരിച്ച് ഇസ്ലാമിക രൂപത്തിൽ ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹു നേരത്തെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞതുപോലെ അവൻ നമ്മൾക്കുള്ള ധൈര്യത്തിനെ അവൻ എടുത്തു കളയും. അതിന് പകരമായി ഭയം സ്ഥാപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ ആയത്തിനൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നും. കാരണം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരുടെയും ഏതെങ്കിലും ഭരണാധികാരികളുടെ മേലോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മേലോ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ഈ ആയത്തിൽ നിങ്ങളൊന്ന് പഠിക്ക്. അള്ളാഹുവിന് നിഅമത്തുകളോട് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളതും. അങ്ങനെയായിരുന്നു നമ്മളെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നിർഭയത്വത്തെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അവന്റെ സഹായത്തെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന്റെ വചനങ്ങളോടും പ്രവാചകന്റെ വചനങ്ങളോടും ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാത്തവരായി മാറിയിട്ടില്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഖുർആനിലും ഹദീസിലും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താണ്? എന്താ സ്വാധീനമുള്ളത്? പരിശുദ്ധ ഖുർആനിലൂടെ പെണ്ണിന്റെ വേഷത്തെ കുറിച്ച് പറഞ്ഞു തന്നു. എത്രയെത്ര ഖുതുബകളിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രയെത്ര ക്ലാസുകൾ നമ്മളത് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ തന്റെ ഇണയുടെ, തന്റെ മകളുടെ, തന്റെ സഹോദരിയുടെ വേഷത്തിൽ വല്ല മാറ്റവും വരുത്തിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഗൗരവമായി ആലോചിച്ചു നോക്കൂ, ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും മാസാന്ത ക്ലാസുകളും ആഴ്ചയിലെ ക്ലാസുകളും വീഡിയോകളിലൂടെയും വാട്സപ്പുകളിലും ഇൽമുകളും ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരുന്നിട്ടും
ദീനിന്റെ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കരാള ഹസ്തമുണ്ടല്ലോ, ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിനും നമ്മുടെ രാജ്യത്തിനുമെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ അപകടമുണ്ടല്ലോ, ആ അപകടം നമ്മളെ വിഴുങ്ങുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലം, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാത്തിടത്തോളം കാലം, പരിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ വചനങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കാത്തിടത്തോളം കാലം ഈ ഒരു അപകടത്തെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഇത് പരിശുദ്ധ ഖുർആന്റെ വാചകമാണ്, അള്ളാഹുവിന്റെ വാചകമാണ്. നിങ്ങളെ ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും പരീക്ഷിക്കും. ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്ന് സിറിയയിലും ഫലസ്തീനിന്റെയും ഒക്കെ പഴയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ, വലിയ 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 പിന്നെ കെട്ടിടങ്ങളുള്ളത്. ഇന്ന് അവിടേക്ക് നടന്നു നോക്കൂ, ഇന്ന് അതിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കൂ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടാൻ വലിയ സമയമൊന്നും വേണ്ട. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് ചെയ്യാനുള്ള അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ ഒരു മനുഷ്യന് അധികാരമില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവന്റെ പൗരത്വം എന്ന് പറയുന്നത് തന്നെ അത് ത്രിശങ്കുവിലാണ് എന്നുള്ളതാണ്. അവൻ പൗരനല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും നമ്മൾ നിർഭയരാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്ന്. എന്നിട്ടും നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അടുക്കാൻ സാധ്യമാകുന്നില്ല. പ്രിയമുള്ളവരെ, ചിന്തയിലുണ്ടാകണം. ദുനിയാവ് എന്ന് പറയുന്നത് പലതും നടക്കും, പല അപകടങ്ങളും വരും. പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, അവർ കൊല്ലപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കും സംഭവിക്കാവുന്നതാണ്. ഇതൊന്നും സംഭവിക്കാതെ ദുനിയാവ് വിട്ടുപോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അവിടെയെല്ലാം ഏത് സന്ദർഭം വന്നാലും ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. കഴിഞ്ഞ കുത്തുകളിലെല്ലാം പറഞ്ഞതുപോലെ ഏത് സന്ദർഭത്തിലെ പര്യവസാനമാണെങ്കിലും ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി, അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കണം. ഈമാനോടുകൂടി വിട പറയാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർ രോഗത്തിൽ നിന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുടുംബാദികളുണ്ട്, അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വല്യപ്പ ഹോസ്പിറ്റലിലാണ് എന്ന്, ഇത്ര ഹോസ്പിറ്റലിൽ കുറച്ചു പ്രയാസകരമായ സാഹചര്യത്തിലാണുള്ളത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ അസുഖത്തിൽ നിന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ അദ്ദേഹത്തെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കാരണവന്മാരായ ആളുകളുണ്ട്, വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ. അല്ലാഹുവേ, അവർക്കെല്ലാം എളുപ്പവും സമാധാനവും കൊടുക്കണം റഹ്മാനെ. മരിക്കുന്നതുവരെ നിന്റെ ഭവനത്തിലേക്ക് വരാനും ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള അവരുടെ മനസ്സിന്റെ ആഗ്രഹത്തെ നീ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ആഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر.